മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം ആരെങ്കിലും ഒരാളെ ശബ്ദത്തിൽ വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം. നമ്മുടെ കർത്താവ് തന്റെ അടിമശിഷ്യന്മാരോട് വളരെ സ്നേഹത്തോടെ ആർദ്രതയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ കണ്ടത്? ഇങ്ങനെ ഭീക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലയോ? ഇന്ന് പകലിൽ സഹോദരങ്ങളെ, ദൈവമായ കർത്താവിന്റെ പകലിൽ വളരെ സ്നേഹത്തോടും ആർദ്രതയോടും നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്, എൻ്റെ കുഞ്ഞെ എന്തിനാ ഇങ്ങനെ വീഴുവാകുന്നത്? എത്ര വിഷയങ്ങളിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചവനാണ് ഞാൻ. ആരാലും കഴിയാത്ത, ആർക്കും ചെയ്യാൻ പറ്റാത്ത എത്ര കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തന്നു. ഇപ്പോഴും നിന്റെ കണ്ണിന് മുമ്പിൽ കാണുന്ന പലതും യാഥാർത്ഥ്യങ്ങളായ കാര്യങ്ങൾ പക്ഷെങ്കിൽ ഈ വിഷയത്തിന് മുമ്പിലും പരിഹാരമുണ്ടാക്കുവാൻ എനിക്ക് കഴിയും. എന്നെ പുറക്കാലം വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കൂ, തിരുവചനം നാം പഠിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 43-ാം അധ്യായം വരെയുള്ള വേദഭാഗങ്ങൾ നോക്കുമ്പോൾ യേശു കർത്താവിന്റെ 4 വിധത്തിലുള്ള അധികാരങ്ങളെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 4:35 മുതൽ 41 വരെയുള്ള വേദഭാഗങ്ങൾ അതിനെ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന ഒന്നാമത്തെ യേശുവിന്റെ അധികാരം പ്രകൃതിയുടെ മേലുള്ള അധികാരമാണ്. നാം ആ ഭാഗമാണ് എന്ന് പോലും ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നാൽ മറ്റൊരു കാര്യങ്ങൾ നമ്മൾ തൊടുകൂടി പോലെ ഓർപ്പിച്ചു പോകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന് ഭൂതങ്ങളുടെ മേലുള്ള അധികാരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാളുകളായി ഒരു കുടുംബത്തിനകത്ത് കൂട്ടിയിട്ടിട്ടും അവിടെ കിടക്കാതെ ചങ്ങലകളെ ചിരുമ്പി അതിനെ പൊട്ടിച്ച് കല്ലറകളിലേക്ക് ഓടുന്ന, ആർക്കും ഒരു വിധത്തിൽ ഒതുക്കുവാൻ അടക്കുവാൻ കഴിയാത്തൊരു മനുഷ്യൻ കല്ലറകളിൽ അവന്റെ വാസമായി തന്റെ കൈയും കാലും ഒക്കെ തന്നെത്താൻ കല്ലെടുത്ത് ഇടിച്ച് ചതച്ച നിലകളിലെ കല്ലറകളിലെ ആർക്കും അടക്കുവാൻ കഴിയാതെ കിടക്കുന്ന ഒരു മനുഷ്യൻ. എന്നാണ് തിരുവചനമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവന്റെ നിലവിളി കേട്ടവനായ ദൈവപുത്രനായ യേശു കർത്താവ് ദേശത്തവനായിരുന്ന സ്ഥാനത്തേക്ക് ചെന്ന് അവന് വിടുതൽ നൽകുക മാത്രമല്ല, അവനൊരു വലിയ ശുശ്രൂഷ ഏൽപ്പിച്ചു. നാം ദൈവത്തിനെ കാണുവാനും കൊണ്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ അനുഭവിച്ച കാര്യങ്ങൾ, അവനെ അത് ലഭിച്ചതായ വിടുതലിനെ കുറിച്ച് അവന്റെ പട്ടണത്തിൽ ദെക്കപ്പൊലി പട്ടണങ്ങളിലൊക്കെ, ദെക്കപ്പൊലി എന്ന വാക്കിന്റെ അർത്ഥം 10 പട്ടണങ്ങളുമാണ്. ശ്രദ്ധിക്കൂ, 10 പട്ടണങ്ങളുടെ നിലയിൽ യേശു നൽകിയ വിടുതലിനെ കുറിച്ച് പ്രസ്താവിക്കത്തക്ക നിലയിൽ അവന്റെ മേൽ ഉണ്ടാകുന്ന പൈശാചിക ശക്തിയുടെ അധികാരത്തെ, സ്വാധീനതയെ മാറ്റി അതിന് അവന് വിടുതൽ കൊടുക്കുവാൻ യേശുവിന് കഴിഞ്ഞു. അവനെങ്കിലും ശ്രദ്ധിക്കൂ, എത്ര വലിയ പൈശാചിക ശക്തിയാണെങ്കിലും അതിന്റെ മേൽ അധികാരമുള്ളവരാണ് നമ്മുടെ കർത്താവ് എന്ന യാഥാർത്ഥ്യത്തിന്റെ പകർക്കാലം മറക്കരുത്. ആർക്കും ഒടുക്കുവാൻ കഴിയാത്ത, ആർക്കും പിടിച്ചു കെട്ടുവാൻ കഴിയാത്ത, ആർക്കും ഒരു വിലകളിലും അടച്ചിടുവാൻ കഴിയാത്ത അന്ധകാരത്തിന്റെ ശക്തിയുടെ മേൽ യേശു അവന്റെ മേൽ ജയം കൊടുത്തു. ഇന്ന് പകർക്കാലത്തെ ഭവനത്തിനെതിരായി വാരിക്കനെ അന്ധകാരത്തിന്റെ കോട്ടകളെ ജയം നൽകുന്ന, വിടുതൽ നൽകുന്ന അധികാരമുള്ള യേശു കർത്താവ് ഇന്ന് പകർക്കാലം വഴിയുണ്ട്. മാത്രമല്ല, വീണ്ടും നമുക്ക് മുമ്പോട്ട് കാണുവാൻ സാധിക്കുന്ന മർക്കോസ് 5:25 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങൾ കാണുവാൻ സാധിക്കുന്നത് 12 സംവത്സരമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ. നിങ്ങളുടെ തിരുവചനം വായിച്ചു നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും, ഏറിയ വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് തന്റെ മുതലുകളെല്ലാം നഷ്ടമാക്കിയ ഒരു സ്ത്രീ. ഓരോരുത്തരും പറഞ്ഞതനുസരിച്ച് പല വൈദ്യന്മാരുടെ അരികിൽ സൗഖ്യത്തിന് വേണ്ടി അവൾ ഓടിയെങ്കിലും ആരാലും സൗഖ്യം പ്രാപിക്കാതെ അവൾക്കുള്ള സകലം നഷ്ടമായി. ഞാൻ എന്റെ
ഞാൻ എന്റെ പകൽക്കാലം ഓർപ്പിക്കട്ടെ, ജീവിതത്തിന്റെ നന്മകൾ മുഴുവൻ നഷ്ടമാക്കി, അവിടെയും ഇവിടെയും എല്ലാം കൊടുത്ത് നഷ്ടമാക്കി, ജീവനമല്ലാത്തൊരനുഭവം മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയെങ്കിൽ ഇന്ന് പകലിന് യേശുവിന്റെ അരികിലേക്ക് വാ. യേശുവിന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിവുള്ളവനാണ്. മൂന്നാമത്തെ അധികാരമുണ്ട്, രോഗത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് അവൻ. ഏത് മാരകമായ രോഗമാണെങ്കിലും ആ രോഗത്തിന്റെ മേൽ അധികാരമുള്ള ഒരു കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. ഞാനിന്റെ പകൽക്കാലം പറയട്ടെ, ഇവിടെ നിൽക്കുന്ന ഞാൻ ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തികളുമല്ല, നമ്മെക്കാളൊക്കെ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ടെങ്കിൽ അവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ്, അവൻ പിശാചിന്റെ മേൽ അധികാരമുള്ളവനാണ്, അവൻ രോഗത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. ഇന്ന് പകലിന്റെ ശാരീരികമായ പ്രശ്നങ്ങളിൽ നിന്ന് ഇതിനെ വിടിവിപ്പാൻ കൽപ്പുള്ള അധികാരമുള്ള ദൈവ പുത്രന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. 4, അവൻ മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. പള്ളിപ്രമാണിയായ യായിറോസ് ായിരിക്കുന്നതിന് മകളുടെ ശാരീരികമായ അനുഭവങ്ങളുടെ നടുവിൽ ഇനി രക്ഷയില്ല എന്ന് അത് കണ്ടവൻ അവരോട് യേശുവിന്റെ അരികിലേക്ക് വരികയാണ്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, പള്ളിപ്രമാണിയല്ലേ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. പലരും പറഞ്ഞു കാണും, നീ അച്ഛന്റെ മകന്റെ പുറകെ പോകരുത്. പക്ഷേ മറ്റാരും സൗഖ്യം പ്രാപിപ്പാൻ കഴിയാതെ അത്യാസന നിലയിൽ മരണത്തോട് അനുഭവിക്കുന്ന തന്റെ ഏക മകള്, ദൈവത്തിന്റെ സ്തോത്രം, 12 വയസ്സുള്ള മകള്, അവൾക്കൊരു സൗഖ്യം ആവശ്യമാണ്, അവൾക്കൊരു വിടുതൽ ആവശ്യമാണ്. മറ്റാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ഓടുക യേശുവിന്റെ അരികിലേക്ക്. സംഭവങ്ങൾ ഒരിക്കലും ഞാൻ വിവരിക്കാതെ പറഞ്ഞു വിടാം. യേശുവിന്റെ പാഠപെടുത്തിൽ വന്നവർ വീണു, യേശുവിനെ നമസ്കരിച്ചു, അവന്റെ കാര്യം ഓർപ്പിച്ചില്ല, യേശുമായി കടന്നു വരികയാ. യേശുവിന്റെ ഭവനത്തിലേക്ക് അവിടെ മകളെ സൗഖ്യമാക്കുവാൻ വരുമ്പോൾ വലിയൊരു പ്രശ്നം അവിടെയാണ്. നാം മുന്നമേ ചിന്തിച്ച 12 സന്ദർശനക്കാരി അതേ കടന്നു വരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ എന്റെ മകൾക്കാർ കൂടി പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ തടസ്സമെന്ന് ചിന്തിക്കുന്നവർ തടസ്സമല്ല, അവിടെ ദൈവം തന്നെ ചില പഠിപ്പിക്കാൻ പോവുക. എന്താ കാര്യം? ദൈവത്തിന്റെ സ്തോത്രം. ഈ സ്ത്രീക്ക് എത്ര സംവത്സരമായ രോഗമുള്ള സ്ത്രീയാണ്? 12 സംവത്സരമായി. ഈ കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? 12 വയസ്സ്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് മുഖമായി പറയുക, എന്റെ യായിറോസേ, ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ രോഗി അവളെ ഞാൻ സൗഖ്യമാക്കിയെങ്കിൽ നിന്റെ വിഷയത്തിന് എനിക്ക് വിടുതൽ തരാൻ കഴിയില്ലേ? ദൈവത്തിന്റെ സ്തോത്രം. ചില തടസ്സങ്ങളിൽ ദൈവിക പ്രവൃത്തിയുടെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ കാണും. ദൈവത്തിന്റെ സ്തോത്രം. ഇനി ഞാൻ ഒന്നുകൂടി പറഞ്ഞ ഭാഗം മുമ്പോട്ട് വിടേണ്ട. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളുടെ ഭാഗം ശ്രദ്ധിച്ച് അത് നോക്കി അവിടെ കാണുവാൻ സാധിക്കുന്നു. യേശുവുമായി യായിറോസ് കടന്നു വരുമ്പോൾ വീട്ടിൽ നിന്നൊരു അശുഭ വാർത്ത. എന്താ വാർത്ത? ഈ ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട കുഞ്ഞ് മരിച്ചുപോയി. നിങ്ങൾ ആരെങ്കിലും എന്ന് പറഞ്ഞേ. എന്നാൽ നിങ്ങൾ അവിടെ ഒരു പ്രത്യേക പദം കാണണമേ. അതിന്റെ 36 വാക്യത്തിൽ ഇങ്ങനെ കാണാം, യേശു ആ വാക്ക് കാര്യമാക്കാതെ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഇന്ന് പകലിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ പാത നോക്കി കർത്താവിൻ്റെ വിടുതലിന് വേണ്ടി കർത്താവിൽ ആശ്രയിച്ച് ഇറങ്ങി ചുവടുകൾ മുമ്പോട്ട് വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ പ്രതീക്ഷിച്ച പ്രതീക്ഷകൾക്കപ്പുറമായി അശുഭകരമായ ചില വാർത്തകൾ കാതുകൾക്കുള്ളിൽ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് പകരം ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് പറയുന്നു, നീ ആ വാക്ക് കാര്യമാക്കണ്ട. അവര് വിവരം പറയുന്ന വാക്കിന് കാര്യമാക്കണ്ട. ഞാനാണ് നിന്റെ കൂടെ വരുന്നതെങ്കിൽ എന്നെ വിളിച്ചിറക്കി നിന്റെ ആവശ്യത്തിന് വേണ്ടി നിന്റെ ഭവനത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നുവെങ്കിൽ അത് നിന്റെ വിഷയത്തിന് വിടുതൽ നൽകുവാൻ ഞാൻ മതിയായവനകൊണ്ട് കടന്നു വന്ന വൃദ്ധന്റെ വാക്കല്ല കേൾക്കുന്നത്. അത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാം. മരണത്തിൽ നിന്നും വിടിവിക്കുന്നവനായ കർത്താവാണ്. ഞാൻ ആ ഭാഗം വിവരിക്കുന്നത് ചിന്ത വിഷയമല്ലല്ലോ. യേശു കർത്താവ് യായിറോസിന്റെ മകളെ മരണത്തിൽ ഉറപ്പിച്ചു. 4-ാമധ്യായ ഈ ഭാഗങ്ങളിൽ 5-ാം 42 വരെ അഭ്യാസം കാണുവാനുള്ള സാധിക്കുന്നത് യേശുവിന്റെ 4 അധികാരം. 1, അവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ്. 2, അവൻ പിശാചിന്റെ മേൽ അധികാരമുള്ളവനാണ്. 3-ാമതായി അവൻ രോഗത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. 4-ാമതായി അവൻ മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകല് നമ്മുടെ മടങ്ങുന്ന യേശുവിന്റെ സാന്നിധ്യത്തിന്റെ
വിഷയത്തിലേക്ക് ശാന്തമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ചിരിക്കേണ്ട ദൈവത്തിന് സ്തോത്രം. സംഭവം നമുക്കറിയാം. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകാം. ആരാ പറഞ്ഞത്? അക്കരയ്ക്ക് പോകാൻ പറഞ്ഞത് ആരാ? ശിഷ്യന്മാരാണോ? അല്ല, കർത്താവാ പറഞ്ഞത്. കർത്താവാ പറഞ്ഞത് നാം അക്കരയ്ക്ക് പോകാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു തമ്പുരാൻ അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയപ്പോൾ തിരുവനന്തപുരത്തിൽ വേദഭാഗത്തെ ചേർത്ത് വെച്ച് തന്നെ പറയട്ടെ, ആരംഭത്തിൽ തന്നെ അവസാനത്തെ മറിയാകുന്ന കർത്താവിന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെ നടുവിലിരിക്കുന്ന ദൈവത്തിന്റെ വഴികളെ വിളിച്ചിറക്കിയ ദൈവത്തിന് നിന്റെ ജീവിത അനുഭവങ്ങളെ ജീവിത പടവിലാണിരിക്കുന്ന കാറ്റുകളെയും കോളുകളെയും കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവനാണ്. പടവിനെ തകർച്ച കളയുവാൻ കാറ്റിനെയും കോളിനെയും അനുവദിക്കുന്നവനല്ല ദൈവം. നിനക്കെതിരെ നിൽക്കുന്ന സകല അതേ ശക്തികളെയും തകർത്ത് തരിപ്പണമാക്കി നിന്നെ ആഗ്രഹിച്ച തുറമുഖത്തെത്തിക്കുവാൻ ഹെൽപ്പുള്ളവനാണ് നിന്നെ വിളിച്ചിറക്കിയതിനുള്ള ആഴമായ വിശ്വാസം ഇന്ന് പകൽക്കാലം ഭരിക്കണം. അവൻ നമ്മെ വിളിച്ചിറക്കിയെങ്കിൽ ഒരിക്കലും ഈ കടലിൽ ജീവിതം അടിഞ്ഞു തീരുവാനല്ല. എവിടേക്ക് കൊണ്ടുപോകോ അടക്കുവണ്ണം വിളിച്ചിറക്കിയോ അക്കരെ നാട്ടി നമ്മെ എത്തിക്കുവാനൊക്കെ അവന് കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. മറക്കരുത്. ജീവിത പടവിൽ കാറ്റുകളും കോളുകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ആഞ്ഞടിച്ചു വന്നേക്കാം. എന്നാൽ ഒരു കാര്യം മൊത്തമാണ്, ഈ ജീവിത പടവിൽ കർത്താവുണ്ടെങ്കിൽ, കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇതിനെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനുള്ള ദൈവത്തിന്റെ കൃപ നിന്റെ ജീവിതത്തിൽ അവർ നൽകും. കർത്താവ് ഈ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യമാ. പടകിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അവർ കണ്ട പ്രതികൂലത്തിന്റെ നടുവിൽ അവർ യേശുവിന്റെ അടുക്കലേക്ക് വന്ന സാഹചര്യത്തിൽ യേശുവിനെ അവർ പടകിൽ ഉണർച്ചതായ സാഹചര്യത്തിൽ യേശു അവരോട് പറഞ്ഞ ഒരു വാക്കാണ് നാം ഇന്ന് ഒരു കാല ചിന്താവിഷയമായിട്ട് എടുത്തത്. ഞാൻ ആ വാക്ക് ഇങ്ങനെ പറയട്ടെ, എന്റെ ശിഷ്യന്മാരെ, നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ? നിങ്ങൾ എന്താ ഇത്ര ഭീരുക്കളാകുന്നത്? എന്താ ഇത്ര ഭയപ്പെടുന്നത്? ഇതേപോലെ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവം ഇതിനകത്തിരിക്കുന്ന ചിലരോട് ചോദിക്കൊരു ചോദ്യം, എന്റെ കുഞ്ഞെ, എന്തിനാ നീ ഭാരപ്പെടുന്നത്? നീ എന്തിനാ തകരുന്നത്? നീ ചിന്തിച്ചിട്ടോ നീ ആവലപ്പെട്ടിട്ടോ ഒരു കാര്യവുമില്ല. ഇന്ന് പകൽക്കാല സകലതും ചെയ്ത് കഴിവുള്ള ദൈവത്തിന്റെ കരതലത്തിലേക്ക് നിന്റെ വിഷയത്തെ സമർപ്പിക്കുവാൻ നീ ഒരുക്കപ്പെടുമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാ. എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞേ? എബ്രായർ 11:1 നാമ വിശ്വാസത്തിന്റെ ശരിയായ ഒരു നിർവചനം കാണുന്നുണ്ട്. എത്ര അർത്ഥവത്തായ ഒരു വേദഭാഗമാണത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ, ഞാൻ എന്റെ കണ്ണിന്റെ മുൻപിൽ ഒന്നും കാണുന്നില്ല, എന്നാൽ എനിക്കൊരാശയുണ്ട്. ആരാണ് ഈ ആശ തന്നവൻ? ഹലോ ഹലോ, ഏതെങ്കിലും ലോകത്തിന്റെ വിഷയങ്ങളിൽ അല്ല എന്റെ ആശ കിടക്കുന്നത്. എനിക്ക് ആശ എന്നെ വിളിച്ചിറക്കിയ ഒരു ദൈവമുണ്ട്. എന്താണ് അവൻ തന്ന ആശ? ഈ വിഷയത്തിൽ ഞാൻ പറയട്ടെ, ഈ വിഷയത്തിൽ ശിഷ്യന്മാർക്ക് അവൻ കൊടുത്ത ആശ എന്ന് പറയുന്നത് അക്കരയ്ക്ക് പോകാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ വാക്കൊന്ന് ശ്രദ്ധിച്ച്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ ഉറപ്പാണ്. ഇവിടെ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ആശയം എന്ന് പറയുന്നത്, ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്നോടൊരു കാര്യം, ആ ദൈവമാണത് പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് എന്തുണ്ട്? ഒരു ഉറപ്പുണ്ട്. ഇനി വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളെ ആശിക്കുന്നതിന്റെ ഉറപ്പും. അടുത്ത പറയുക, കാണാത്ത കാര്യങ്ങളുടെ. അപ്പൊ യേശു കർത്താവ് നമ്മോട് പറഞ്ഞ കാര്യം
നമ്മൾ കണ്ടിട്ടില്ല. അവൻ നമ്മോട് പറഞ്ഞു, നമ്മുടെ വിശ്വാസത്തിന്റെ കാതത് കേട്ടു, എന്നാൽ അത് കണ്ടിട്ടില്ല. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ല, നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണത് കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ, ഞാൻ കാണാത്ത കാര്യങ്ങളാ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നെന്നാൽ ഞാനത് കണ്ടില്ലെങ്കിലും ദൈവം എന്നോട് പറഞ്ഞത് കൊണ്ട് എനിക്ക് ആ വിഷയത്തെ കുറിച്ച് ഉറപ്പുണ്ട്. ഹലോ, ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ വേഗത്തിൽ കൂടെ നിങ്ങളുടെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിനെ കുറിച്ച് തിരുവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 13:8 ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഇന്നലെ അവൻ എങ്ങനെ ആയിരുന്നു അതുപോലെ തന്നെയാണ് ഇന്ന് അവൻ എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ തന്നെയാണ് നാളെ. യാക്കോബിനെ കുറിച്ച് പറയുകയാണ്, ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്തവൻ സാഹചര്യങ്ങൾ ഏത് നിലവാരങ്ങളിൽ മാറിയാലും ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിന്റെ ശക്തിക്ക് മാറ്റമില്ല, ദൈവത്തിന്റെ വലുപ്പത്തിന് കുറവില്ല, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല, ദൈവം പറഞ്ഞതിന് മാറ്റമില്ല. ഏത് സാഹചര്യങ്ങൾ നമുക്കെതിരായി അത് കൂടിയാലും അവിടെയൊക്കെ ദൈവം പറഞ്ഞത് ദൈവം നിറവേറ്റുവാൻ വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. അത് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയാം, അവൻ ആരാ? എന്റെ ഉപനിധിയ. ആ ദിവസം വരെ ഉപനെ നടത്തും. വിശ്വസിച്ചിരിക്കുന്നവനെ കുറിച്ചുള്ള ആഴമായ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഏതെല്ലാം ഹൃദയത്തിളക്കിയാലും എന്നോട് വാക്ക് പറഞ്ഞ എന്റെ ദൈവം എന്നോട് പറഞ്ഞതെന്ന് പ്രവർത്തിക്കുമെന്നുള്ള ആഴമായ ഉറപ്പ്, അതാണ് നാം വിശ്വസിച്ചിരിക്കുന്നവരെ കുറിച്ചുള്ള ബോധ്യം. ഞാനും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ആഴമായ ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ സാഹചര്യങ്ങളല്ല, പിന്നെയോ സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് നമ്മോട് വാക്ക് പറഞ്ഞ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തെ ഭരിക്കും. നിങ്ങൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് 4 അധ്യായത്തിന്റെ 35 വാക്യത്തിൽ യേശു കർത്താവ് അത് ശിഷ്യന്മാരോട് പറയുകയാണ്, നാം അക്കരയ്ക്ക് പോകാം എന്ന്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഞാനതെല്ലാം ഒന്ന് വിവരിക്കാൻ താല്പര്യപ്പെടുന്നത് 2-3 കാര്യം വളരെ വിധത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുക. നാം അക്കരയ്ക്ക് പോകാം എന്ന് അവരോട് പറഞ്ഞതാരാ? യേശു കർത്താവാ. യേശു കർത്താവാ അല്ലേ? ഞാൻ എന്താ കൊടുക്കാമെന്നോട് ചോദിക്കട്ടെ. മുമ്പേ ഞാൻ പറഞ്ഞാൽ വിഷയം, ഇവരെ സംബന്ധിച്ച് അവരുടെ ആശി എന്ന് പറയുന്നത് അക്കരെ എത്തുക എന്നുള്ളതാണ്. അക്കരെ എത്തുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവാണ് നമ്മോട് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞതെങ്കിൽ അക്കരയ്ക്ക് പോകും അനുഭവത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചുഴലിക്കാറ്റുകളും ഒക്കെ ചിലപ്പോൾ ഉയർന്നത് വന്നേക്കാം. പക്ഷേ അവിടെയും പറഞ്ഞവനാരാണെന്നും നമ്മോട് പറഞ്ഞത് എന്താണെന്നുമുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രതികൂലങ്ങളല്ല നാം കാണുന്നത്, അക്കരെ അവനെ കൊണ്ട് എത്തിക്കുമെന്നുള്ള ഉറപ്പാണ് നമ്മെ ഭരിക്കേണ്ടത്. ലേഖനത്തില് നമുക്കിങ്ങനെ കാണുവാനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. വീരാരവണ്ണം ഒന്നെടുത്താണ് യൂദായുടെ ലേഖനത്തിലേക്ക് പോകണം. 24 വാക്യം. വീരാരവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധാനത്തിൽ കളങ്കമില്ലാത്തവരായി, അല്ലെ? അങ്ങനെയാണ്. വീരാരവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധാനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവൻ. നമ്മുടെ കർത്താവിൻ്റെ ആ ക്വാളിറ്റി നിങ്ങൾ കണ്ടോ? അവൻ ശക്തിയുള്ളവനാണ്. എങ്ങനെ
ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെ അനുഭവത്തിൽ നീ വീണു പോകാതെ നിന്നെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധാനത്തിൽ കളങ്കമില്ലാത്തവനായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. ഇന്ന് പകൽക്കാലം വിശ്വാസമുണ്ടോ? എൻ്റെ ദൈവമാരാ, എൻ്റെ ദൈവമാരാ, അവൻ ശക്തിയുള്ള ദൈവമാണ്. എന്തിന് ശക്തിയുണ്ട്? ഞാൻ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ എന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകാമെന്ന് വിളിച്ചിറക്കിയെങ്കിൽ ആ സ്ഥാനത്തെത്തും വരെ ഞാൻ വീണുപോകാതെ എന്നെ സൂക്ഷിച്ച് അവന്റെ സന്നിധാനത്തിൽ ആനന്ദത്തോടെ എന്നെ നിർത്തുവാൻ ശക്തിയുള്ളവനായ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്നുള്ള ഉറപ്പിന്റെ പകൽക്കാലമേ ഭരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇതേ സുവിശേഷങ്ങൾ ചേർത്ത് നാം പഠിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവ് ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോയപ്പോൾ കുറെ ചെറു പടകുകളും അവരെ അനുഗമിച്ചു. അപ്പോൾ ഈ കാറ്റും കോളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ആ ചെറുപടകൾക്കും എന്തുണ്ടായി കാണും? ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. യേശു ഉള്ള പടകിലും ഉണ്ടായി, യേശു ഇല്ലാത്ത മറ്റു പടകളെ കുറിച്ച് നമുക്ക് ബൈബിളിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ യേശുവുള്ള പടകളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നപ്പോൾ യേശു അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു. അതുകൊണ്ട് ദൈവമക്കൾ വ്യക്തമായി മനസ്സിലാക്കണം, ലോക മനുഷ്യരിൽ നിന്ന് കഷ്ടതയും രോഗവും ദുഃഖവും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ആ അനുഭവങ്ങളൊക്കെ അതിന്ന് നാം അവരിന്ന് വ്യത്യസ്തരാണെന്ന് ചിന്തിക്കരുത്. അവര് പോകുന്ന പാണ്ഡാവിന്റെ ഒക്കെ നമ്മളും പോകേണ്ടതായി വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതപ്പടവിൽ ആരുണ്ട്? നമ്മുടെ കർത്താവുള്ളത് കൊണ്ട്, നമ്മുടെ ജീവിതപ്പടയിൽ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വന്നാലും അതിനുള്ളിൽ തകർന്നു പോകാതെ നമ്മെ വിടുവിച്ച് അവൻ നിർത്തുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞ പോലെ സമയം പോകുന്നുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് നീങ്ങുവാനെ കൊണ്ട് താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതെ, മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 36-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ പുരുഷാരത്തെ വിട്ട് പടകിൽ അവർ അവനെ, അങ്ങനെയല്ലേ എഴുതിക്കുന്നേ? ആരാ യേശുവിനെ കൊണ്ടുപോയി? നിങ്ങൾ എന്നോട് പറഞ്ഞേ. ആരെ യേശുവിനെ കൊണ്ടുപോയി? ഒന്ന് ശ്രദ്ധിച്ച്. ആരെ അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞേ? യേശുവാ. ഇപ്പൊ കൊണ്ടുപോകുന്നവനാ. യേശു എന്ത് ചെയ്യും? അവരത്ത് അലട വെച്ച് എന്താ യേശു ഉറങ്ങി? ഞാൻ എൻ്റെ ഒരു ചിന്താഗതി പറയാം, നിങ്ങൾ അതിനെ പിന്താങ്ങുമല്ലോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഭാവന ഞാൻ ഇതിനകത്തൊന്ന് കയറ്റുക. തെറ്റായൊരു ഭാവന ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇവരെല്ലാവരും കൂടി ചിന്തിച്ച് കാണും. പത്രോസുണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്. അവരൊക്കെ അതിൻ്റെ അകത്തെ പ്രമുഖരായ ആളുകളാണ്. അപ്പം പത്രോസും യാക്കോബും യോഹന്നാനും ഇവരോട് ചിന്തിച്ച് കാണും, യേശു ആരാ? യേശുവിനെ കുറിച്ച് എന്താ പറയുന്നത്? സാധാരണ പറയുന്നൊരു പദമുണ്ടല്ലോ, തച്ചൻ്റെ മകൻ അല്ലേ? ആശാരിയുടെ മകൻ, തച്ചൻ്റെ മകൻ. യേശു തച്ചൻ്റെ മകനാണ്. ഞങ്ങളാരാ? പത്രോസും യാക്കോബും യോഹന്നാനൊക്കെ ആരാ? മുക്കുവരാ എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുന്നവരാണ്. അപ്പം തച്ചൻ്റെ മകനാണോ മുക്കുവർക്കാണോ വെള്ളത്തിൽ പരിചയം? ഹലോ, മുക്കുവർക്കാ. അപ്പോൾ യേശുവിനോട് മുഖമായിട്ട് പറയുക, കർത്താവെ, വെള്ളത്തിൽ പരിചയമൊന്നും നിനക്കധികം ഇല്ല. ഈ ഗലീലാക്കടലിലൊക്കെ നല്ല പരിചയമുള്ള ആളുകളാരാ? ഞങ്ങളാ. അതുകൊണ്ട് പടകിൻ്റെ നിയന്ത്രണം ഞങ്ങളാ ഏറ്റെടുക്കാം. പടകിൻ്റെ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുക്കാം. ഞാനിന്ന് പോൽക്കാലം ഒരു കാര്യം ദൈവങ്ങളെ പറയട്ടെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകാൻ കാരണം എന്നറിയാമോ? നമ്മുടെ ഒക്കെ പടകിൻ്റെ നിയന്ത്രണം ഇപ്പോഴും നമ്മുടെ കരത്തിലായിരിക്കുന്നത്. ഹലോ, ഇപ്പോഴും കർത്താവിൻ്റെ കരച്ചിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിട്ടില്ല. കർത്താവിന് കയറി ചെല്ലാൻ വയ്യാത്ത ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ, നമ്മുടെ അടുത്തൊരു വീട്ടിൽ നിന്ന് സുവിശേഷം പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് ഇങ്ങനെ പറയാൻ കഴിയാത്ത, ദീർഘവർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ഒരു ദൈവദാസം കടന്നു വന്നവര് അല്ലെ പൊതുവിറ്റിക്ക് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പദമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നത് പോലെ ഒരു 3 മാസക്കാലം നിങ്ങളുടെ ഭവനത്തിലേക്ക് യേശു താമസിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ നടുവിൽ യേശു കർത്താവ് ഉണ്ടല്ലേ?
ഉണ്ട്. നമ്മൾ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ആത്മീയ ജ്ഞാനങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്നു. എന്നാൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ യേശു കർത്താവ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പോലെ തന്നെ തന്റെ ശരീരത്തിൽ നിങ്ങളുടെ വീടുകളിൽ ഒരു 3 മാസം താമസിക്കാമെന്ന നിങ്ങൾ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. അവർ പല കാര്യങ്ങളും പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഞാൻ ഇച്ചിരി വീഡിയൊക്കെ വിളിക്കുന്ന ആളാ, യേശു കൊടുക്കുകയാണെങ്കിൽ പിന്നെ വീട് വിളിക്കാൻ പൊതു മീറ്റിംഗാണ്, സഭയുടെ മീറ്റിംഗ് അല്ല, അതുകൊണ്ടാണ് അങ്ങനെ ഉത്തരം വന്നേ. വീട് വിളിക്കുന്ന ആളായതുകൊണ്ട് യേശു വന്നാൽ പിന്നെ എന്ത് ചെയ്യാറുന്നില്ല, വീട് വിളിക്കാൻ ഒക്കത്തില്ല. ഞാൻ വീട് വിളിക്കുന്നേ മാറ്റും. വേറെ ആളെ പറഞ്ഞാൽ കള്ളു കുടിക്കുന്ന ആളാ, യേശു വന്നാൽ പിന്നെ കള്ളു കുടിക്കാൻ ഒക്കത്തിലുണ്ട്, കള്ളുകൂടി ഞാനെ മാറ്റും. മറ്റുള്ളവർ എന്തെന്ന് പറഞ്ഞു, എന്നെ വേണ്ടി യേശു വരുവാണെങ്കിൽ ഞാൻ ഇച്ചിരി ചീത്തയൊക്കെ പറയുന്നയാളാണ്, അതുകൊണ്ട് ചീത്ത വിളിക്കുന്നേ നിർത്തും. നമുക്കൊക്കെ പറയാൻ പലതാണല്ലേ. കാരണം യേശു വീട്ടിൽ വന്നാൽ നമുക്ക് പറ്റാത്ത പലതൊക്കെ നമ്മുടെ വീട്ടിലില്ലേ, ഉണ്ടല്ലോ ഇല്ലേ? അതുകൊണ്ട് ഞാൻ ഇന്ന് പറയട്ടെ, യേശു വന്നാൽ എന്ന് പറയുമ്പോൾ യേശു നമ്മുടെ വീട്ടിലുണ്ടല്ലോ, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് മാറ്റേണ്ടതെല്ലാം മാറ്റിക്കൊണ്ടേണ്ടത്, അതല്ല എൻ്റെ വിഷയം. അതുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ എന്നതെല്ലാം പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ ദാസനെ, യേശു എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ്, എൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗം മുതലുള്ളതായ വാതിലും ജനലും എല്ലാം അടച്ചടച്ച് സർവ്വവാതിലും അടച്ച് ഒടുവിൽ മുൻവശത്തെ ജനലും വാതിലും എല്ലാം അടച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയുമായി വെളിയിലിറക്കും. വെളിയിലിറങ്ങിയതിന് ശേഷം യേശു വാതിൽ നിൽക്കുകയാണല്ലോ. ഈ താക്കോലെടുത്ത് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, യേശുവേ, ഇന്ന് ഈ നിമിഷം വരെ ഈ ഭവനത്തിന്റെ കർത്തൃത്വം എൻ്റെ കയ്യിലായിരുന്നു, നായകത്വം എൻ്റെ കയ്യിലായിരുന്നു. ഇതാ ഈ താക്കോലൊക്കെ പിടിച്ചാട്ടെ, ഇന്ന് മുതൽ ഈ വീടിന്റെ നായകൻ നീയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരതിഥിയായി യേശുവിനെ സ്വീകരിച്ചാൽ യേശുവിന് എവിടം വരെ വരാൻ ഒക്കൂ? ഹലോ, എവിടം വരെ വരാൻ ഒക്കൂ? ലിവിംഗ് റൂമിൽ കയറി ഇരുന്ന് യേശു വന്നേ നമ്മുടെ പലരുടെയും ജീവിതത്തിന്റെ ലിവിംഗ് റൂമിൽ ഇരിക്കുക ഇന്നും യേശു. അതോടൊപ്പം കയറാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. ഞാൻ ഇന്ന് പ്രകാരം പറയട്ടെ, മുഴു കർത്തൃത്വവും യേശുവിനെ വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാമോ? ഇനി അവിടെ കർത്തൃത്വമൊന്നും നീ നടത്തണ്ട. യേശുവിനെ നിന്റെ ജീവിതത്തിൽ മുഴുവൻ നിയന്ത്രണവും അത് ഏറ്റെടുക്കുവാനൊക്കെ സാഹചര്യം ഇന്ന പകൽക്കാലം ഒരുക്കി കൊടുക്കുന്നുവെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അക്കരയ്ക്ക് പോകാനുള്ള വാക്ക് അതേ കേട്ടപ്പോൾ ശിഷ്യന്മാരെ പടവിന്റെ നിയന്ത്രണം വെച്ചുകൊടുത്തു. കാരണം ദീർഘനാളുകളായി ഈ പടവുമായി കടലിൽ പരിചയവും പഴക്കവും തടക്കവും ഉള്ളവരാണ് അവര്. ഞാൻ ഇന്ന് പോൽക്കാലം പറയട്ടെ, തടക്കവും പഴക്കവും പരിചയം വെച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിതത്തിന്റെ കർത്തൃത്വം മുഴുവൻ വിട്ടുകൊടുക്കാതെ നാം അതിനെ ഏറ്റെടുത്തുകൂടെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നാം പ്രതീക്ഷിക്കാത്ത ചിലത് നമ്മുടെ ജീവിതത്തിൽ വരൂ. ഇവിടുത്തെ പല കാര്യങ്ങളും നമുക്കറിയാവുന്ന നമുക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ നാം പ്രതീക്ഷിക്കാത്ത ചിലത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അയ്യോ വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ പാഠത്തിലേക്ക് ഓടി വരേണ്ട രംഗങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് മുഖക്കാലം പറയട്ടെ, യേശുവാണ് നമ്മുടെ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞെങ്കിൽ യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിൽ മൊത്തത്തിൽ സംഭവിച്ചു പോയ, മേള് മുതൽ താഴത്തെ തട്ട് വരെ സംഭവിച്ചു പോയ ഒരു അപജയം എന്ന് പറയുന്നത് അറിയാമോ? കർത്തൃത്വം ഇന്ന് പലരുടെയും കയ്യിലാണ്, കർത്താവിന്റെ കയ്യിലല്ല. ഒരിക്കൽ 30,000 വിരുദ്ധന്മാരെ കൂട്ടിക്കൊണ്ട് ദൈവത്തിന്റെ പെട്ടകമുടിലും അടക്കുകൊണ്ട് ദാവീദ് പോയതുപോലെ ഇന്ന് പല വിരുദ്ധന്മാരുടെ കരതലത്തില് സഭയുടെ നേതൃത്വം ഇരിക്കുക, ദൈവസഭയുടെ കർത്തൃത്വം ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, കർത്താവിന് വേണ്ടത് വിരുദ്ധന്മാരെ അല്ല, വിശുദ്ധന്മാരെയാണ്. ദൈവത്തിന് സ്തോത്രം. പെട്ടകം ചുമക്കുന്ന വിശുദ്ധന്മാരെയാണ് ദൈവത്തിന് ആവശ്യം. പെട്ടകം ചുമക്കുവാൻ വിരുദ്ധന്മാരെ കൊണ്ടുവന്നപ്പോൾ ആളവിരുണ്ടോ അല്ലെങ്കിൽ കടക്കവും പഴക്കവുമുള്ള അതെ ഉഷ ആ പെട്ടകത്തെ ചാടി പിടിച്ചു. അതെ തർഷണം അതെ ഉഷ മരിച്ചു വിടുവാനൊക്കെ വേണം ഇടയാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് മകൾക്ക് ഞാൻ പറയട്ടെ, പെട്ടകം വഹിപ്പാൻ വേണ്ടത് വിരുദ്ധന്മാരെ അല്ല, വിശുദ്ധന്മാരെയാണ്. ദൈവത്തിന് വേണ്ടി എന്തെന്ന വിശുദ്ധന്മാരെ ഇന്ന് പകരം ദൈവം അന്വേഷിക്കുക.
Praise the Lord. Hallelujah. ഇവിടെ സഭയിൽ ഓർപ്പിച്ചൊരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയോ മക്കളെ? എഫെസോസ് സഭയെ നിങ്ങളൊന്ന് നോക്കിക്കേ. എഫെസോസ് സഭ, എഫെസോസ് സഭയിൽ കാണാൻ സാധിക്കുന്ന ഒരുപാട് സംഘടനയുടെ പ്രാരംഭ വാക്യങ്ങളിൽ 7 നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ച ആ കർത്താവ് ദൈവത്തിന് സ്തോത്രം 7 നിലവിളക്കയുടെ നടുവിൽ ഉലാവുക. എന്താ വാക്യത്തിന്റെ അർത്ഥം? 7 നക്ഷത്രങ്ങൾ 7 സഭയുടെ ദൂതന്മാരാ, 7 നിലവിളക്ക് 7 സഭകളാ. അപ്പൊ നോക്കൂ, ഒന്നാം സഭയുടെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവ സഭയുടെ നടുവിലുണ്ടായിരുന്നു. നിലവിളക്കുകളുടെ നടുവിലൂടെ അവർ ഉലാവിക്കൊണ്ടിരിക്കുക. എന്നാൽ മുൻപോട്ട് വരിക. ദൈവത്തിന് സ്തോത്രം. ഫിലദൽഫിയ സഭ, ലവോദിക്ക സഭയിലുള്ളത് നോക്ക്. അവിടെ സമ്പന്നന്മാരുണ്ട്, കഴിവുള്ളവരുണ്ട്, പ്രാപ്തിയുള്ളവരുണ്ട്. പക്ഷേ അവിടെ ഇല്ലാത്തവരുണ്ട്, കാഴ്ചപ്പാടില്ലാത്തവര്, ആത്മീയമായി ആരസ്ഥയില്ലാത്തവർ, ആത്മീയമായ ദർശനമില്ലാത്തവർ, ആത്മീയമായ കാഴ്ചപ്പാടില്ലാത്തവർ. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ ദൈവസഭ നിറയപ്പെട്ടപ്പോ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ഒന്നാം സഭയായ എഫെസോസിൽ ദൈവത്തിന്റെ സാന്നിധ്യം അടുത്തറിഞ്ഞ ദൈവമക്കളെ 7ാമത്തെ സഭയായ ലവോദിക്കയിലേക്ക് വന്നപ്പോൾ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യമില്ല, ദൈവം പുറത്ത്. ഇന്ന് ഞാൻ വളരെ സങ്കടത്തോടെ പറയട്ടെ, പെന്തക്കോസ്ത് സമൂഹത്തെ മൊത്തം IPC എന്നോ ചർച്ചകളൊന്നും അല്ല. സകല പെന്തക്കോസ്ത് സമൂഹത്തെ നോക്കിയാൽ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, ദൈവം നമ്മുടെ നടുവിലുണ്ടോ? ദൈവത്തിന് നമ്മുടെ നടുവിൽ നടകൊള്ളുവാൻ കഴിയാതെ വന്ന ബിരുദന്മാരെ കൊണ്ട്, വിദ്യാഭ്യാസമുള്ളവരെ കൊണ്ട്, കഴിവുള്ളവരെ കൊണ്ട്, സമ്പന്നന്മാരെ കൊണ്ട് ദൈവസഭ നിറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആത്മീയമായ കാഴ്ചപ്പാടും ആത്മീയമായ ദർശനവും ആത്മീയമായ വിശ്വാസം ഇല്ലാത്തവരെ കൊണ്ട് സഭകൾ നിറഞ്ഞത് കൊണ്ട് ഇത് ദൈവം പുറത്ത്. നമ്മളിത് സാധാരണ കൺവെൻഷനിലും പരസ്യത്തിലൊക്കെ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. കണ്ടാലെങ്കിലും വാദങ്ങളൊക്കെ മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാദം തുടങ്ങാം, ഞാൻ അവനോട് കൂടി അത്താഴം കഴിക്കും. കർത്താവ് ഇത് ആരോടാ പറഞ്ഞത്? പുറത്തുള്ളവരോടാണോ? ആണോ സഹോദരങ്ങളെ? ലവോദിക്ക സഭയോട് പറഞ്ഞ കാര്യമായിട്ട് പറഞ്ഞ കർത്താവ് പറയുക, കുഞ്ഞുങ്ങളെ ഞാൻ അകത്തില്ല, ഞാൻ പോകാം, സഭയ്ക്ക് പുറത്താ. ഞാൻ എന്നെ കാലം പറയട്ടെ, ദൈവസഭയുടെ കർത്തൃത്വം കർത്താവിനെ വിട്ടുകൊടുക്കുവാൻ ഒരുങ്ങുമെങ്കിൽ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ബന്ധപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പൂർണ്ണമായ കർത്താവിനെ സമർപ്പിക്കുവാൻ ഒരുങ്ങപ്പെടുമെങ്കിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകളെല്ലാം യാഥാർത്ഥ്യമാ. ചുഴലിക്കാറ്റുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെന്നേ ഉണ്ട്. ചുഴലിക്കാറ്റുണ്ട്. തിരകൾ ഉയരുന്നുണ്ടോ? ഉണ്ടോ? തിരകൾ ഉയരുന്നുണ്ട്. ഈ തിരകൾ ഉയർന്നിട്ട് പടക് മുങ്ങുമാറാകുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്ന്. കാണുന്ന കാഴ്ചകളെല്ലാം സത്യമാ. ചുഴലിക്കാറ്റുണ്ട്, തിരകൾ ഉയരുന്നുണ്ട്, പടക് മുങ്ങുമാറാകുന്നുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. യാഥാർത്ഥ്യങ്ങൾ അല്ലാത്ത കാര്യങ്ങളല്ല നിന്റെ കണ്ണിന് മുമ്പിൽ കാണുന്നത്. എന്ന യാഥാർത്ഥ്യം എന്ന് നീ കരുതി നിന്റെ പടകിനെ മുക്കിൽ കളയുവാൻ ഉയർത്തി നിൽക്കുന്ന പ്രതികൂലങ്ങളെ മാറ്റുവാൻ അധികാരമുള്ള ഒരുവൻ പടകിലുണ്ട്. ഇന്റെ വർക്കാരുടെ ഭാഗം ശ്രദ്ധിച്ചു വായിച്ചു നോക്കൂ. യേശുവിന്റെ ശിഷ്യന്മാർ എഴുന്നേറ്റു, യേശുവിന്റെ അരികിലേക്ക് ചെല്ലുകയാ. Praise the Lord. Praise the Lord. ഇതവരുടെ സഹോദരങ്ങളെ ഇങ്ങനെ ആത്മീയ ദൂത് വിളിച്ചവരെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാ. യേശുവിന്റെ അരികിലേക്ക് ചെല്ലുവാനുള്ള ഒരു സന്നദ്ധത കാണിക്കുവാൻ ഒരുക്കപ്പെടുമെങ്കിൽ തുച്ഛമെന്ന് യാഥാർത്ഥ്യമെന്ന് കണ്ട് ഉയർന്നു പോകുന്ന ചുഴലിക്കാറ്റും ഉയർന്നു പോകുന്ന തിരമാലകള് പടകിനകത്തെ കടിച്ചു വരുന്ന വെള്ളത്തെയും മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ശബ്ദം ഇന്ന് പകർക്കാലം നിനക്ക് വേണ്ടി മുഴങ്ങാൻ പോയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? യേശു കർത്താവ് എഴുന്നേറ്റു, യേശു കർത്താവ് എഴുന്നേറ്റു, യേശു കർത്താവ് എഴുന്നേറ്റു. എന്റെ ഉൾക്കാല സഹോദരങ്ങളെ, നിന്റെ സഭയ്ക്കകത്തിന്റെ കുടുംബത്തിനകത്ത് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു കർത്താവ് എഴുന്നേൽക്കുവാൻ യേശുവിന്റെ അരികിലേക്കൊന്ന് ചെല്ലാമോ? നിയന്ത്രണങ്ങളെല്ലാം വിട്ടിട്ട് ഇന്റെ ഉൾക്കാല കർത്താവ് ഇതെന്റെ കുടുംബത്തിന്റെ നിയന്ത്രണം, എന്റെ സഭയുടെ നിയന്ത്രണം, എന്റെ വ്യക്തിപരമായ നിയന്ത്രണം ഞാൻ നിന്നെ ഫലമേൽപ്പിക്കുന്നവരെ കൊണ്ട് യേശുവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുവാൻ ഒരുങ്ങപ്പെടുമെങ്കിൽ നീ ഇന്ന് കാണുന്ന യാഥാർത്ഥ്യങ്ങൾ നിലയ്ക്കാൻ പോകുകയാ. നിന്റെ ജീവിതപ്പടകിനെ തകർക്കുമെന്ന് നീ കാണുന്ന ഈ യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ, അതിന്റെ പകർക്കാലം ശാന്തമാകാൻ പോകുകയാ. എത്ര ഇതിന്റെ പകർക്കാലം വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ കരങ്ങളിൽ ഇതിന്റെ പകർക്കാലം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യേശു എഴുന്നേറ്റു, യേശു എഴുന്നേറ്റു, യേശു അതേ കടലിനോട് കടലെ
അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം യേശു ശാസിക്കാൻ പോവുക. എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു എന്റെ പടകക്കരെ എത്തത്തില്ലെന്ന്? പിശാച് വാദിക്കുമ്പോൾ മറുകര എത്തിക്കലെന്ന് പിശാച് വാദിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം. സംഘത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ശാന്തത വന്നതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഹല്ലേലൂയ. പടകരെ ശാന്തമാക്കി അക്കരെ എത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇത് അതേ നടുക്കടലിൽ തകർന്നു പോകുവാൻ അനുവദിക്കണമെന്നല്ല, മാർഗയിൽ എത്തിച്ച് നിന്നെ കൊണ്ടുള്ള ദൈവിക ഉദ്ദേശം നിറവേറ്റുന്ന ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് ഇത് ഒരു കാലം നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം.